ഹായ് അങ്ങനെ സുകുമാരൻ മുത്തശ്ശിയും പ്രിയങ്കയും ശരത്തും കൂടിയിട്ട് ആ റെസ്റ്റോറൻറ്റിലിരുന്ന് അങ്ങ് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ സുകുമാരൻ മുത്തശ്ശി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഈ ഭക്ഷണമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ചിന്തിച്ചതെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഭക്ഷണം മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് കഴിക്കണം എന്നുള്ള ചിന്ത അല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവൻ തിരിച്ചങ്ങ് പറയാണ്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി അവനോട്, അത് നിനക്കായിരിക്കും ആ ചിന്ത, പക്ഷേ എനിക്ക് ആ ചിന്ത അല്ല വന്നത്. ഞാൻ ചിന്തിച്ചേ നിൻ്റെ അച്ഛനും അമ്മനെയും കുറിച്ചാണ് എന്നൊക്കെ ഈ പ്രിയങ്കനോട് അങ്ങ് പറയണം. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എന്തിനാ അവരെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചത് എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? അവരിപ്പോൾ വല്ല കഞ്ഞിയും പയറൊക്കെ ഇങ്ങനെ തിന്ന് അവിടെ വീട്ടിലിരിക്കുന്നുണ്ടാകും. അതൊക്കെ ആലോചിച്ച് ഞാനങ്ങ് ചിരിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഈ സുകുമാരമുത്തശ്ശി അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, ഓ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ആ ചിരിയിൽ അങ്ങ് കൂടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, അവർക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു, അവർക്ക് നിന്നെ ഒന്ന് അംഗീകരിച്ചാൽ പോരായിരുന്നോ? നിൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ റിച്ച് ആയിട്ട് അവർക്കും ജീവിക്കാമായിരുന്നല്ലോ. പക്ഷേ അവർ നിന്നെ അംഗീകരിച്ചില്ല, അതുകൊണ്ട് എന്താ അവരവിടെ തന്നെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരിങ്ങനെ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, ആ ഒരു കണക്കിന് അത് നന്നായി മുത്തശ്ശി, അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ ഇപ്പം മുത്തശ്ശി അങ്ങനെ അല്ലല്ലോ, ഞാൻ എന്ത് ചെയ്താലും മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ, നല്ല സപ്പോർട്ടാണ്, അതുകൊണ്ട് അവരങ്ങനെ നിന്നത് നന്നായി ഒരു കണക്കിന് എന്നൊക്കെ ഇങ്ങനെ ഇവരങ്ങ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, ആ അത് ശരിയാണ്, അവർക്ക് ഈ ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും അറിയില്ലല്ലോ, അവർക്ക് ഈ ഭക്ഷണം എന്താണെന്ന് പോലും അറിയില്ല, എന്നാൽ ഈ ജീവിതമൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ അവർക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെങ്ങനെ ആ ഒരു വലിയ ഭാഗ്യം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഇങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട്, അതെ മുത്തശ്ശി, എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പണക്കാരെ പോലെ അങ്ങ് ജീവിക്കണം എന്നുള്ളത്. പണ്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് റിച്ച് ആയിട്ടുള്ള പെൺകുട്ടികളൊക്കെ ക്ലാസ്സിലുണ്ടാകും. അപ്പോൾ അവർ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്കതൊക്കെ ഒന്ന് തൊട്ട് നോക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ചില സമയത്ത് ഞാനൊക്കെ തൊട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ അതിനുള്ള റിയാക്ഷൻ എന്തൊക്കെയായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ പണക്കാരിയാവണമെന്ന്. അന്ന് ഞാൻ അത്രയും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചത് ആ ദേവനാരായണൻ്റെ ദാരിദ്ര്യം കാരണമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം പണക്കാരെ പോലെ എന്ന് നമ്മൾ സ്വന്തം പണം ഉണ്ടാക്കി അങ്ങ് ജീവിച്ച് അങ്ങ് ആസ്വദിക്കണം എന്നൊക്കെ ഇങ്ങനെ ഈ പ്രിയങ്ക അങ്ങ് പറയുമ്പോൾ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, നിൻ്റെ ഈ സന്തോഷമാണ് എനിക്ക് കാണേണ്ടത്, നീ ഇതുപോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ സുകുമാരമുത്തശ്ശി പറഞ്ഞിട്ട് ആ ഭക്ഷണത്തിലേക്ക് അങ്ങ് നോക്കുകയാണ്. ആ ഭക്ഷണത്തിലേക്കൊക്കെ നോക്കുമ്പോൾ സുകുമാരമുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും ഈ ഭക്ഷണമൊക്കെ നല്ല രസമുണ്ട് തിന്നാൻ, പക്ഷേ ചില ഫുഡിൻ്റെ ടേസ്റ്റ് എനിക്കങ്ങ് പിടിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രിയങ്ക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ മുത്തശ്ശി, ഈ ഫുഡൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ തിന്നുന്നതാണ്, അതങ്ങ് മനസ്സ് വിചാരിച്ചിട്ട് അങ്ങ് തിന്നാൽ മതി, അപ്പോൾ താനെ അങ്ങ് ഇറങ്ങിക്കോളും എന്നൊക്കെ ഇങ്ങനെ സുകുമാര മുത്തശ്ശിനോട് പറയുന്നത്. പക്ഷേ സുകുമാര മുത്തശ്ശിക്കാണെങ്കിൽ ആ ഭക്ഷണം വലിയ അങ്ങ് പിടിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നുള്ള ആ ഒരു മട്ട് കൊണ്ട് മാത്രമാണ് അവരങ്ങ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഒരാൾ വന്നിട്ട് കുറച്ച് നൂഡിൽസ് കൂടി അവിടെ വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവൾ ഈ നൂഡിൽസ് എടുത്തിട്ട് മുത്തശ്ശിക്ക് അങ്ങ് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അയ്യേ ഇതെന്താടി മണ്ണിരയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, ഇത് മണ്ണിരയൊന്നുമല്ല, ഇതാണ് നൂഡിൽസ്, ഇത് എങ്ങനെ കഴിക്കണ്ടേ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു സ്പൂണും ഫോർക്കൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വായിലേക്ക് അങ്ങ് വെച്ച് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി, ഇതെങ്ങനെ കഴിക്കുക, എനിക്കിതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ എടുത്തിട്ട് അങ്ങ് കഴിക്കാൻ നിൽക്കുമ്പോൾ സുകുമാര മുത്തശ്ശിനോട് പ്രിയങ്ക പറയുന്നുണ്ട്, കൈ കൊണ്ടല്ല, ഈ ഫോർക്ക് വെച്ചിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സുകുമാരമുത്തശ്ശിക്ക് ആ നൂഡിൽസ് അങ്ങ് തിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരമുത്തശ്ശി ആ പ്ലേറ്റിലേക്ക് അങ്ങ് നോക്കിയിട്ട് ഒരു ഫോർക്ക് എടുത്തിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് വായിലേക്ക് അങ്ങ് വെക്കാൻ നോക്കിയിട്ട് ഒരു കണക്കിന് സുകുമാരമുത്തശ്ശിക്ക് അതൊന്നും തിന്നാൻ കഴിയുന്നില്ല. എൻ്റെ പ്രിയങ്കയെ, എന്തിനാണ് ഞാൻ ഇതൊക്കെ തിന്നുന്നത്, എനിക്കിതൊന്നും കഴിയുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പ്രിയങ്ക പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമ്മൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ്, അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓരോ ഹോട്ടലിലൊക്കെ കയറുന്ന സമയത്ത് ഇതുപോലെയുള്ള ഫുഡുകളൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശിനോട് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ എന്നെ അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവിടെ ഇരുന്ന് പഠിപ്പിച്ചാൽ മതി, ഇവിടെ ആളുകളൊക്കെ കാണില്ലേ, അതെനിക്കൊരു കുറച്ചിലാണ് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ ശരത്തും പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി, ഇനി നമ്മൾ ഒരുപാട് ആളുകൾ കഥ കേൾക്കാൻ പോകാനൊക്കെ ഉണ്ട്, അതൊക്കെ വലിയ വലിയ ഹോട്ടലുകളിലായിരിക്കും, അപ്പോൾ അവരുടെ മുന്നിൽ മുത്തശ്ശി ഇതുപോലെ അങ്ങ് ഫുഡ് കഴിക്കുന്നതൊക്കെ ബാക്കിയുള്ളവരൊക്കെ കണ്ട് അങ്ങ് ഞെട്ടിക്കണം, അതുകൊണ്ട് മുത്തശ്ശി ഇതൊന്ന് കഴിച്ച് നോക്കൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ ഇവനും അങ്ങ് മുത്തശ്ശിനെ അങ്ങ് ഫോഴ്സ് ചെയ്യാണ്. അപ്പോൾ ഈ മുത്തശ്ശി മാക്സിമം അങ്ങനെ ട്രൈ ചെയ്ത് അങ്ങ് കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാണ്, മുത്തശ്ശി ഇപ്പോൾ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തോ വലിയ സംഭവം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇവരൊക്കെ ഓരോന്ന് അങ്ങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുകുമാര മുത്തശ്ശി അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ അവരവിടെ കഴിയാണ്. പക്ഷേ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ
യശോദ അടുക്കളയിൽ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രാധിക അങ്ങോട്ടങ്ങ് വരുന്നുണ്ട്. അപ്പോൾ രാധിക ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ യശോദ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വേണോ, നീ എന്തിനാ ഇങ്ങനെ അടുക്കളയൊക്കെ വന്നത് എന്നൊക്കെ ഒന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ യശോദനോട് ഈ രാധിക പറയുന്നുണ്ട്, അമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ അമ്മ നേരിട്ട്, എൻ്റെ യഥാർത്ഥ അമ്മ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സങ്കടം തോന്നി, ഞാൻ അമ്മയിൽ നിന്ന് അകന്ന് പോവുകയാണ്, എൻ്റെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ മാറി പോകുന്നുണ്ട് എന്ന്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് അകന്ന് നിൽക്കുന്നുണ്ട് എന്നൊക്കെ അമ്മക്ക് തോന്നിയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് യശോദനോട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ഏയ് നിനക്ക് അങ്ങനെ തോന്നിയോ, ഞാൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, നീ എനിക്ക് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, നിനക്ക് നിൻ്റെ സ്വന്തം അമ്മയെ കിട്ടിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചാണ്, നീ നേരിട്ടാണ് നിൻ്റെ സ്വന്തം അമ്മയെ കാണുന്നത്, അപ്പോൾ ആ ഒരു സന്തോഷം നിനക്ക് എത്രമാത്രം ഉണ്ടോ അതുപോലെ തന്നെ സന്തോഷം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ നീ ആദ്യം തന്നെ ചെയ്തത് എന്താ, നീ നിൻ്റെ സ്വന്തം അമ്മയെ കണ്ടെത്തിയ ശേഷം നീ ആ അമ്മയെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നേരിട്ടങ്ങ് കാണിച്ചു കൊണ്ടുവരാനേ എൻ്റെയും ദേവേട്ടൻ്റെ മുന്നിലേക്കല്ല കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ നീ അത്രയും ചെയ്ത് ഞാൻ എന്തിനാണ് നീ എൻ്റെ അടുത്തുനിന്ന് അകന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് വരാൻ കാരണം എനിക്കങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. നീ രണ്ട് അമ്മമാരെ ഒരുമിച്ച് ഒരുപോലെയാണ് കാണുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവളിങ്ങനെ അവളുടെ സ്വന്തം അമ്മനെ കുറിച്ച് അങ്ങ് ആലോചിക്കുകയാണ്. അവരിപ്പോൾ എവിടെ പോയി എന്നുള്ള ആ ഒരു മരണം സംഭവിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവളങ്ങ് നിരാശനായി നിൽക്കുന്നുണ്ടെങ്കിൽ യശോദാമ്മയുടെ മുന്നിൽ അവൾ അത് കാണിക്കുന്നില്ല. അപ്പോൾ യശോദ ഇങ്ങനെ പറയുന്നുണ്ട്, നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്, എനിക്ക് അങ്ങനെയൊന്നും ഒരു ഫീൽ പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ദേവനാരായണൻ അങ്ങ് കയറി വരുന്നുണ്ട്. അപ്പോൾ ദേവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഒരു ചർച്ച എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അതേ മോള് ചോദിക്കുകയാണ്, ഈ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്ങോ എന്തെങ്കിലുമൊക്കെ തോന്നി അവളുടെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് അവൾ പോയപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ഈ യശോദ ദേവനോട് പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനെ ഒരു തോന്നലും ഞങ്ങൾക്കില്ല, നീ നിൻ്റെ സ്വന്തം അമ്മനെ കണ്ടുപിടിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഞങ്ങളല്ലേ, പിന്നെ ഞങ്ങൾ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മകൾ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ ചിന്തിച്ചത്, അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദേവൻ അവളോട് അങ്ങ് പറയാണ്. കാരണം നിനക്ക് ഏറ്റവും വലിയ സന്തോഷം വന്നത് നിൻ്റെ അമ്മയെ നീ നേരിട്ട് കണ്ട സമയത്താണ്, അതേ സന്തോഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു തോന്നൽ പോലും വന്നിട്ടില്ല എന്നൊക്കെ ഈ രാധികനോട് അങ്ങ് പറഞ്ഞ് സന്തോഷിപ്പിക്കുകയാണ് അവളെ. എന്നിട്ട് ദേവൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ മൂന്ന് പേരും ഇവിടെ ഇങ്ങനെ നിന്നിങ്ങനെ ചർച്ച ചെയ്താൽ ആ വരുൺ എന്താ വിചാരിക്കുക, അവനിങ്ങനെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ, നീ വേഗം പോയി വരുണിൻ്റെ അടുത്ത് പോയി അവനെ സമാധാനിപ്പിക്കുക, കാരണം അവനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനം വേണ്ടത്, അവനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കല്ലേ, അപ്പോൾ അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക, നമ്മൾ മൂന്ന് പേരും ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധികൻ അവൻ്റെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞേക്കാം. വരുണാണെങ്കിൽ റൂമിലിരുന്നിട്ട് അവൻ ആ ഇറക്കി വിട്ട ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ, അവനെ ആ രാധികയുടെ കൈ പിടിച്ച് ആ വീടിൻ്റെ കണിമംഗലത്തിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയ കാര്യങ്ങളും അവിടെ നിന്ന് അങ്ങ് പുറത്ത് പോകുന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് രാധിക അങ്ങ് കടന്നു വരുന്നത്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഉറങ്ങുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണേ. അവൻ വരുൺ പറയുന്നുണ്ട്, ഉറങ്ങിയിട്ട് ഒരു സമാധാനമില്ല, എനിക്കിപ്പോൾ ഒരു സമാധാനം ഒരു ഫീലിങ്ങും ഒന്നുമില്ല, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥ എനിക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, അയ്യേ വരുൺ എന്തിനാ ഇങ്ങനെ ടെൻഷനായിട്ട് സംസാരിക്കുന്നത്, ഞാൻ വരുണിനെ വിചാരിച്ചത് എല്ലാം നഷ്ടപ്പെട്ട് പോയാലും ഒരു കുഴപ്പമില്ലാതെ നല്ല നട്ടലോട് നിവർന്ന് നിന്ന് നമ്മൾ പൊരുതി വിജയിച്ച് നമ്മൾ നേരെ കണിമംഗലത്തേക്ക് തന്നെ തിരിച്ചു പോയി എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു ഞാൻ വരുണിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷേ വരുൺ ഇത്ര വീക്കായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ വരുണിനോട് പറയുമ്പോൾ വരും പറയുന്നുണ്ട്, ഞാൻ അത്ര വീക്കൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ വീക്കാണ്, കാരണം ഇപ്പം ഞാൻ തോറ്റു പോയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഇവനിങ്ങനെ പറയുമ്പോൾ ഈ രാധിക വീണ്ടും വീണ്ടും അവനെങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, നമ്മൾ എന്തായാലും എല്ലാം തിരിച്ചു പിടിക്കും എന്നുള്ള അവനിങ്ങനെ മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രാധിക. അപ്പോൾ ഈ വരുൺ പറയുന്നുണ്ട്, എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ദുഃഖം വന്നാലൊക്കെ എന്തെങ്കിലും ഒരു ആത്മവിശ്വാസത്തിന് ആരുടെ അടുത്തേക്കൊക്കെ പോകേണ്ടി വരും, പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ ഉണ്ടല്ലോ, നീ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ആത്മവിശ്വാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവളെ ഇങ്ങനെ പറയണേ. പിന്നെ എനിക്ക് വേറെ ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, കാരണം നീ തന്നെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഓരോ മാനസികാവസ്ഥ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, കളിയാക്കലാണെങ്കിലും കേൾക്കാനുള്ള രസമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ തോറ്റു കൊടുക്കരുത്, നമ്മളെന്തായാലും പൊരുതി വിജയിക്കും, അതുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും അവരവിടെ ആ വലിയ ഹോട്ടലിലൊക്കെ നിന്നിട്ട് അവരിങ്ങനെ എന്തൊക്കെയോ മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു പ്രായത്തിൽ തന്നെ മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് സുകുമാരി മുത്തശ്ശി. അപ്പോൾ സുകുമാരി മുത്തശ്ശിയുടെ അടുത്തേക്ക് പ്രിയങ്ക വന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി പെട്ടെന്ന് റെഡിയാകും, നമ്മൾക്ക് ഇനി 2-3 പേരുടെ സ്റ്റോറി കേൾക്കാനുണ്ട്, സ്റ്റോറി കേട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാരി മുത്തശ്ശിനോട് പറയണം. അപ്പോൾ സുകുമാരി മുത്തശ്ശിയും പറയുന്നുണ്ട്, ആടി എനിക്കും ഭയങ്കര കൊതിയായിട്ടുണ്ട്, എന്തായാലും ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് ഒരു 10-250 പേരെങ്കിലുമൊക്കെ ജോലിക്കായിട്ടുണ്ടാകും, അത് നമ്മുടെ കീഴിൽ, എന്നിട്ട് അവരെ ഭരിച്ച് അവരെയും ശാസിച്ച് അങ്ങനെ നിൽക്കാൻ എന്ത് രസമായിരിക്കും, എന്തായാലും പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങും, നമുക്ക് സ്റ്റോറി പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവർ അതേ
കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രിയങ്കയുടെ ഫോണിലേക്ക് അങ്ങ് കോൾ വരുന്നത്. അപ്പം നോക്കുമ്പോൾ കൽപ്പനയാണ്. അപ്പോൾ ഇവൾ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഏടത്തിയാണ്, ഞാൻ എന്തിനാണ് വിളിക്കുന്നതെന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കോൾ അങ്ങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ കൽപ്പന നേരെ ചോദിക്കുന്നുണ്ട്, അല്ല രാധികക്കും വരുണിനൊക്കെ അവിടെ സുഖം തന്നെ അല്ലേ ഇടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, രാധികക്കും വരുണിന് അതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്, അവർ കണിമംഗലത്തല്ലേ, എന്നോട് എന്തിനാണ് അതൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോഴാണ് കൽപ്പനക്ക് കാര്യം മനസ്സിലായത്, ഇവളൊരു സംഭവം അറിഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, അല്ല നീ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇവിടെ നടന്ന എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എന്താ സംഭവം, ഞങ്ങൾ രണ്ടുപേരും ഞാനും മുത്തശ്ശി ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ്, ഞങ്ങളിവിടെ പുറത്താണ് എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്നാലേ കണിമംഗലത്ത് നിന്നേ അവർ രണ്ടുപേരും ഇറക്കി വിട്ടു എന്നൊക്കെ പറയണേ. അത് കേട്ട് പ്രിയങ്ക അങ്ങ് ഞെട്ടുന്നുണ്ട്, ഇറക്കി വിടേ എങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ്. അപ്പോൾ ഈ കൽപ്പന കാര്യങ്ങളെല്ലാം പറയാണ്, അവർ ആ വീടിൻ്റെ ജപ്തി നടന്നതും ചന്ദ്രശേഖരൻ വന്നിട്ട് വീട് തിരിച്ചു പിടിച്ചതും എല്ലാ കാര്യങ്ങളും അങ്ങനെ അവളോട് തുറന്ന് പറയാണ്. പിന്നെ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഇവർ രണ്ടുപേരും വരുണും രാധികയും ഇവിടെ കയറാൻ പാടില്ല എന്ന് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സംഭവങ്ങളെല്ലാം ഈ പ്രിയങ്കനോട് പറയുമ്പോൾ പ്രിയങ്കക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ അവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ കൽപ്പന അറിയുന്നുണ്ട്, അവളെ അങ്ങ് തെരുവിലേക്ക് അങ്ങ് ഇറക്കി വിട്ടു, പക്ഷേ തെരുവിൽ വന്നിട്ട് നിൻ്റെ അച്ഛന് അവളെ വീട്ടിലേക്ക് ആറ്റുവാശ്ശേരിക്ക് അങ്ങ് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ഇവളോട് അങ്ങ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ അവളുടെ ഉള്ള സന്തോഷം അങ്ങ് പോയി കിട്ടുകയാണ്. അപ്പോൾ പ്രിയങ്ക ആറ്റുവാശ്ശേരിക്കോ എന്നൊക്കെ അങ്ങനെ അവളങ്ങ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആറ്റുവാശ്ശേരിക്ക് അവൾ തിരിച്ചു പോയിരിക്കുകയാണ്, അവൾ ഈ തെരുവിൽ നടന്ന് അലയാണ് ഈ വരുണും രാധികയും. അപ്പോൾ അത് കണ്ടിട്ട് നിൻ്റെ അച്ഛനെ അവർ ആറ്റുവാശ്ശേരിക്ക് പിടിച്ചുകൊണ്ട് വന്നത്, ഞാൻ വിചാരിച്ചത് നീ അവിടെ ഉണ്ടാകും എന്നൊക്കെയാണ്, പക്ഷേ നീ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ഇവളോട് അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ പുറത്തായതുകൊണ്ട് ഞങ്ങൾ സംഭവമൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവളങ്ങ് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൽപ്പന പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളുടെ കാര്യം ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഇപ്പോൾ വീടിൻ്റെ എല്ലാ കൺട്രോളെന്ന് പറയുന്നത് ചെറിയച്ഛനും ഞാനും പിന്നെ ചെറിയമ്മയൊക്കെ കൂടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിതം അങ്ങ് ആസ്വദിക്കുകയാണ്. എന്തായാലും കണിമംഗലം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നിനക്ക് കണിമംഗലവും ഇല്ല, ആറ്റുവാശ്ശേരി ഇല്ല, നീ ആറ്റുവാശ്ശേരിയിൽ നിന്നും പോയി കണിമംഗലത്തു നിന്ന് പോയി, നിനക്കാണ് ഇപ്പോൾ എല്ലാത്തിലും നഷ്ടം എന്നൊക്കെ ഇങ്ങനെ അവളെ അങ്ങ് ചെറുതായിട്ട് അങ്ങ് കുത്തി നോവിച്ച് വിടുന്നുണ്ട് ഈ കൽപ്പന. എന്നിട്ട് അവൾ അങ്ങ് ഫോൺ വെക്കുക, എന്തായാലും ഞാനങ്ങ് ഫോൺ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് ആ കൽപ്പന അങ്ങ് പോവാണ്. പക്ഷേ ഈ പ്രിയങ്ക ആ ഒരു ചിന്തയിലാണ്, അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് അവർ രണ്ടുപേരും അങ്ങ് കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, അത് ശരിയാണ്, നമ്മൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരങ്ങനെ നമ്മുടെ ആറ്റുവാശ്ശേരിയിൽ സുഖമായിട്ട് ജീവിക്കേണ്ട, അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെ അങ്ങനെ ഇവരങ്ങ് പറഞ്ഞ് തീരുമാനിക്കാണ്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട്, രണ്ട് വർത്താനം വരുന്നതിൻ്റെ മുന്നിൽ നോക്കിയിട്ട് അങ്ങ് പറഞ്ഞാൽ അവൻ എന്തായാലും വലിയ ആത്മാഭിമാനമുള്ള ആളല്ലേ, ആത്മാഭിമാനം പിടിച്ചിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്തായാലും നമുക്ക് ആറ്റുവാശ്ശേരിക്ക് പോയിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് അങ്ങ് പുറത്താക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ പ്രിയങ്ക അത് കട്ട സപ്പോർട്ടിന് നിന്നിട്ട് അവരെ പെട്ടെന്ന് തന്നെ നേരെ ആറ്റുവാശ്ശേരിക്ക് അങ്ങ് വിടുക. യശോദയാണെങ്കിൽ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് ആ വീട്ടിലേക്ക് അങ്ങ് കയറി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ടിട്ട് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കനെയും കണ്ടിട്ട് ഈ യശോദ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഭാഗത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത ഭാഗത്തിലാണെങ്കിൽ സുകുമാരമുത്തശ്ശിയും പ്രിയങ്കയും കൂടിയിട്ട് അവർ രണ്ടുപേരെ ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ രാധിക കത്തിയൊക്കെ എടുത്തിട്ട് അവളോട് അങ്ങ് ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ കണിമംഗലത്താണെങ്കിൽ നമ്മുടെ പത്മിനി വീട്ടിലുള്ള എല്ലാവർക്കും കൂടി കുക്കൊക്കെ ചെയ്തിട്ട് അവർക്ക് ഫുഡൊക്കെ ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗൗതം ആ ഒരു പ്രതികാരം തീർക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഗൗതം അവന് കഴിച്ച ഫുഡ് അങ്ങ് പുറത്തേക്ക് അങ്ങ് തുപ്പിയിട്ട് എന്താണ് ഇത് ഉണ്ടാക്കി വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പത്മിനി അങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഉപ്പുമില്ല മുളകുമില്ല, ഇതൊക്കെയാണ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതുവരെ അനുഭവിച്ചത് മൊത്തം ഈ പത്മിനിക്ക് മേലെ അങ്ങ് അവന് പ്രതികാരം വീട്ടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവരങ്ങ് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവൻ പത്മിനി പറയുന്നുണ്ട്, ഇത്ര ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ഒരു ജോലിക്കാരിയാക്കിയിട്ടാണ് അവിടെയുള്ള എല്ലാവരും കാണുന്നത്. അവൻ പത്മിനി പെട്ടെന്ന് ആ ഒരു സങ്കടത്തിൽ അടുക്കളയിൽ വന്ന് കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, നാളെ കാണാം. ബൈ ഓൾ.